ദേവസ്വം ബോർഡ് മന്ത്രി വന്നപ്പോൾ ഇവിടെ ചോദിച്ചു എന്താണ് വിശേഷം, ഇത്രയും ആള് എന്നെ കാണാനാണോ? അല്ല, ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും ഭയങ്കര തിരക്കാണ്. പാൽപ്പായസത്തിന്, മോത്തല കണ്ണന്റെ പാൽപ്പായസത്തിന് ഭയങ്കര തിരക്കാണ്. ആളുകൾ വരും, വൈകുന്നേരം ആവും പാൽപ്പായസത്തിന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ. ചൂട് മാറാനായി ഭഗവാൻ പണ്ട് രാജാവ് വന്നിരുന്ന കാലത്ത് കളഭം വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ട് കളഭം നടത്തി. മുരനെന്ന പേരായ അസുരനെ വധിക്കുവാനായി പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനെയാണ് ഇവിടെ മുരഹരിയായി ആരാധിക്കുന്നത്. മുരാസുരനെ വധിച്ചതിന് ശേഷം മുഖവും തലയും വന്നു വീണ്ടിടം പിൽക്കാലത്ത് മുഖത്തല എന്നറിയപ്പെട്ടു. അതെ, ഞാനിന്ന് പറയാൻ പോകുന്നത് എന്റെ സ്വന്തം നാടായ കൊല്ലം ജില്ലയിലെ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ മുഖത്തല മുരാരി ക്ഷേത്രത്തെക്കുറിച്ച് തന്നെയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രാമോഹി. ഏക വിഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊന്ന്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പലതിനും നൂറ്റാണ്ടുകളുടെ പഴക്കം പറയുന്നുണ്ടെങ്കിലും അത് പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നത് മുഖത്തല ക്ഷേത്രത്തിലാണ്. 500 വർഷത്തിൽ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. പൂർണ്ണമായും വെട്ടുകല്ലിൽ തീർത്ത മതിലുകൾ പഴയകാല കോട്ടാമതിലുകളെ അനുസ്മരിപ്പിക്കുന്നതാണ്. ദശാവതാരം കൊത്തിയുള്ള വലിയ പിത്തളവാതിൽ തുറന്ന് അകത്തേക്കുള്ള പ്രവേശനവും ശേഷമുള്ള സ്വർണ്ണക്കൊടിമര ദർശനവും ഇവിടുത്തെ പ്രത്യേകതകളിലൊന്നാണ്. ഇത്രയും വലിയ വട്ടശ്രീകോവിലുള്ള ക്ഷേത്രവും അപൂർവമാണ്. ഉപദേവതകളില്ലാത്ത ഏകദൈവ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിന് വടക്കുഭാഗത്തായി യക്ഷിയമ്മ പ്രതിഷ്ഠ മാത്രമാണുള്ളത്. നാഗപ്രതിഷ്ഠ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തായിട്ടാണുള്ളത്. അമ്പലത്തിന് ചുറ്റുമായി 4 വലിയ വാതിലുകളാണുള്ളത്. ആനപ്പന്തൽ, കൊടിമരം, ബലിക്കൽപുര, വിളക്കുമാടം തുടങ്ങിയവയെല്ലാം ഇവിടെ കാണാം. ഒറ്റക്കല്ലിലാണ് മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നതും. വട്ടശ്രീകോവിലും നവഗ്രഹ പ്രതിഷ്ഠയും കൊത്തിയ നവഖണ്ഡ പലകയും കൂത്തമ്പലവും ഊട്ടുപുരയും മാളികയും വലിയ ചുറ്റുമതിലും ഇവിടെ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. മുരനെ ഹരിച്ച ഹരി മുരഹരിയായി മാറിയതും മുഖവും തലയും വീണടം മുഖത്തലയുമായതുപോലെ കണ്ണു വീണടം കണ്ണനല്ലൂരും മുട്ടുവീണടം മുട്ടയ്ക്കാവും ഇമ വീണടം ഉമ്മയനല്ലൂരും ചോര വീണടം ചോരക്കോണവും പിൽക്കാലത്ത് ചേരിക്കോണവുമായി മാറി. മേടമാസത്തിലെ അത്തനാളിൽ കൊടിയേറി തിരുവോണത്തിന് ആറാട്ടോടുകൂടി സമാപിക്കുന്ന 10 നാൾ ഉത്സവം. കൊടിയേറ്റത്തിന്റെ തലേന്ന് തന്നെ ആനന്ദവല്ലീശ്വരത്തു നിന്നും തിരുവാഭരണം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് നൂറുകണക്കിന് ബാലികമാരുടെ താലപ്പൊലിയോടും ഗജവീരന്മാരോടുകൂടിയും നിശ്ചല ദൃശ്യങ്ങളും വിവിധ വാദ്യ മേളങ്ങളോടുകൂടിയും വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര 10 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ക്ഷേത്രത്തിലെത്തുമ്പോൾ നേരം പുലർന്നിരിക്കും. ശബരിമല ധർമ്മശാസ്താവിന്റെ തിരുവാഭരണ ഘോഷയാത്ര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള തിരുവാഭരണ ഘോഷയാത്ര മുഖത്തലയിലേതാണ്. ഉത്സവാരംഭത്തിന്റെ തലേ വൈകുന്നേരം അത്താഴ ശീവേലി കഴിഞ്ഞ് നടക്കുന്ന നായവെപ്പ് ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു വിശേഷാചാരമാണ്. മണ്ണുകൊണ്ടുള്ള നായയുടെ രൂപം കന്നിമൂലയിൽ വയ്ക്കുന്ന ചടങ്ങാണിത്. മോഹിനി രൂപം സ്വീകരിച്ച മഹാവിഷ്ണുവിന് പരമശിവനിൽ ജനിച്ച മകനാണല്ലോ ധർമ്മശാസ്താവ്. മുഖത്തലയിലെ മഹാവിഷ്ണുവിന്റെ വെളിപ്പുറത്ത് തന്നെയാണ് ഈ മകനും കുടികൊള്ളുന്നത്. ഓലൈക്കാവിൽ കൊടിയേറുന്നതിനു മുൻപായി മഹാവിഷ്ണുവിന്റെ പ്രതിനിധി ആനപ്പുറത്ത് എഴുന്നള്ളി ഓലയിൽക്കാവിൽ ചെന്ന് മകനെ ഉത്സവം അറിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണ് നായവയ്പ് എന്നാണ് ഐതിഹ്യം. മധ്യ തിരുവിതാംകൂറിലെ ഉത്സവങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്നത് മുഖത്തല ക്ഷേത്രത്തിലെ കൊടിയിറങ്ങുന്നതോടുകൂടിയാണെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇത്തവണത്തെ തിരുവുത്സവം ഇങ്ങെത്തിക്കഴിഞ്ഞു. തിരുവാഭരണ ഘോഷയാത്രയും ഉത്തിരോത്സവവും തൃക്കൊടിയേറ്റും ഏപ്രിൽ 20, 21, 22 എന്നീ ദിവസങ്ങളിലായിട്ട് നടന്നു വരുന്നു. തിരുവാറാട്ട് മെയ് 1 ബുധനാഴ്ച, മേടം 18-നാണ്. 40 വർഷം കൊണ്ട് ഇവിടെ വരും. നല്ല വിശ്വാസവും ഇതൊക്കെയാണ്. നമുക്ക് ഉച്ചപൂജ വരെ കൂടിയിരിക്കും. കളക്കം നടത്തുന്ന തന്നെ ചൂട് മാറാനായി ഭഗവാൻ പണ്ട് രാജാവ് വന്നിരുന്ന കാലത്ത് കളക്കം വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ട് കളക്കം നടത്തുന്ന ഉത്സാഹിയായിട്ട് നടക്കണം. നമസ്കാരം, ഞാൻ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ്. ഉത്തരസദ്യയുടെ കൺവീനറും കൂടാണ്. മുഖത്തല ക്ഷേത്രത്തിൽ ഉത്തരസദ്യ ഒരു പ്രധാനപ്പെട്ട സദ്യയാണ്. രാജാക്കന്മാരുള്ളപ്പോൾ തന്നെ നടത്തിയതാണ്. തള്ളു സദ്യ എന്നാണ് പറയുന്നത്. തള്ളി വേണം ആഹാരം കഴിക്കാൻ. ജനങ്ങൾ ഒരുപാട് വരുന്ന ഒരു സംഭവമായിരുന്നു.
ഇപ്പോൾ ഇടയ്ക്ക് അത് കുറച്ച് പാത്രത്തിലൊക്കെ ആക്കി അത് ഞങ്ങൾ വീണ്ടും ഇലയിലേക്ക് സമീപിച്ചിരിക്കുക. ഇലയിൽ തന്നെ ഒരു സദ്യ പോലെ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ കളഭം രാജാക്കന്മാരുള്ളപ്പോൾ തന്നെ ഒരു 12 കളഭം നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ എല്ലാ ദിവസവും അന്നദാനങ്ങളുണ്ട് 10 ദിവസം. അത് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് കര സമുദായമാണ്. ഓരോ കരയുടെയും സമുദായത്തിൻ്റെയും ഉത്സവമാണ് 10 ദിവസം. ദേവസ്വം ബോർഡിൻ്റെ സ്വാധീനത്തിൽ പെയിൻ്റൊക്കെ അടിച്ച് ഡെവലപ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഉത്സവത്തിൻ്റെ ആരംഭങ്ങൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേജിൻ്റെ പരിപാടി തുടങ്ങി, മൈക്കിൻ്റെ പരിപാടികൾ തുടങ്ങി, ക്ഷേത്രത്തിൻ്റെ പിരിവുകൾ എല്ലാ കമ്മിറ്റിയും സബ് കമ്മിറ്റികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിരിക്കാൻ. ഇത് മെയ് 1 തീരുന്നത്. അത് ബഹുമാനപ്പെട്ട കൊല്ലം കളക്ടർ ഉത്സവ മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു 8 കിലോമീറ്റർ വരെ ഉത്സവ മേഖലയാണ്. വ്യാഴാഴ്ച ഭക്തർ നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി വന്നപ്പോൾ ഇവിടെ ചോദിച്ചു എന്താണ് വിശേഷം, ഇത്രയും ആള് എന്നെ കാണാനാണോ? അല്ല, ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും ഭയങ്കര തിരക്കാണ്. പാൽപ്പായസത്തിന് മോത്തല കണ്ണൻ്റെ പാൽപ്പായസത്തിന് ഭയങ്കര തിരക്കാണ്. ആളുകൾ വരും, വൈകുന്നേരം ആവും പാൽപ്പായസത്തിന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ. ഭഗവാൻ തണുത്താൽ മഴ പെയ്യുമെന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് രാജാക്കന്മാർ ഭഗവാനെ ചന്ദനമരച്ച് ഭഗവാനെ തണുപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മഴ പെയ്യും. മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ മേഖല എന്ന് പറയുന്നത് കൃഷി മേഖലയാണ്. കൃഷിക്ക് വെള്ളം വേണം. അപ്പോൾ ഭഗവാൻ നമുക്ക് തണുക്കുമ്പോൾ മഴ തരുമെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി പറയാം. തല പൂരത്തിനായി ദേശം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി തിരുവാഭരണത്തിനായുള്ള കാത്തിരിപ്പാണ്. കൂടുതൽ പൂരവിശേഷങ്ങളുമായി ഞാൻ വരുന്നതാണ്. അതുവരെ കാത്തിരിക്കുക. ഞാൻ യാത്രാമോഹി.